ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസീഖൽ ലദീന ഇത്തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, എല്ലാ സഹൃദയർക്കും ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും മഹത്തായ ഈദുൽ ഫിത്ർ ആശംസകൾ ലോകത്തെമ്പാടുമുള്ള സഹോദരീ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീർ ധ്വനികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പെരുന്നാളിൻ്റെ സന്ദർഭത്തിലും അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്നുള്ള ചിന്ത മനുഷ്യനായ ഞാൻ നിസ്സാരനാണ്, വിനയം കാണിക്കേണ്ടവനാണ്, അഹങ്കാരം ഒരിക്കലും പാടില്ല എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടുന്ന അതിമഹത്തായ തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള സന്ദേശം, തൗഹീദിൻ്റെ സന്ദേശം, ഏകദൈവ വിശ്വാസത്തിൻ്റെ മുദ്രാവാക്യം, ഇസ്ലാമിൻ്റെ അടിത്തറ വിളിച്ചോതുന്ന തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് അത്യുന്നതൻ, അല്ലാഹുവാണ് മഹാൻ, അവനാണ് സർവസ്തുതിയും. സഹോദരങ്ങളെ, ഈ തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസം, അല്ലാഹുവിനുള്ള പ്രകീർത്തനങ്ങൾ അതൊരു വിശ്വാസിക്ക് അവരുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ടതുണ്ട്, അവരുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാകേണ്ടതുണ്ട്. മനുഷ്യൻ ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല, അഹങ്കാരം അവനെ തൊട്ടു തീണ്ടാൻ പാടില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ, അണുമണി തൂക്കം അഹങ്കാരത്തിൻ്റെ കണിക ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 28 പറയുകയുണ്ടായി, വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനായി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പം അതുകൊണ്ട് വിനയം വേണം, താഴ്മ വേണം, എല്ലാ മനുഷ്യരോടും സ്നേഹവും അനുകമ്പയും വേണം, കാരുണ്യത്തോടുകൂടെ വർത്തിക്കണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയുണ്ടായി. ഈ ലോകത്ത് മുസ്ലിം സമൂഹം ഈദുൽ ഫിത്ർ കൊണ്ടാടുന്ന ഘട്ടത്തിൽ ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം എന്താ? ഇന്ന് മനുഷ്യന്മാർ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തമ്മിലടിച്ച് ഭിന്നിച്ച് ശിഥിലമായി കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് വിശ്വമാനവികതയുടെ സാഹോദര്യത്തിൻ്റെ ആ ഒരു സന്ദേശമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വകബാഇൽ ലിതആറഫൂ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ ജനങ്ങളെ, തീർച്ചയായും നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളെ വ്യത്യസ്തമായ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് ലിതആറഫൂ, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്.
തീർച്ചയായും നിങ്ങളുടെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സാമീപ്യം നേടുന്നവൻ, ആദരിക്കപ്പെടുന്നവൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിഗണന ലഭിക്കപ്പെടുന്നവൻ, അത്ഖാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മനിഷ്ഠ കാണിക്കുന്നവനാണ്, ഏറ്റവും വലിയ ഭക്തിയുള്ളവനാണ്, തഖ്വയുള്ളവനാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സഹോദരങ്ങളെ, വർഗത്തിൻ്റെ പേരിലല്ല, ആരുടെ മനസ്സിലാണോ ദൈവീക ഭക്തിയുള്ളത്, മഹാനായിട്ടുള്ള ആദമിൻ്റെ മക്കളാണല്ലോ എല്ലാ മനുഷ്യനും, ആദമാകട്ടെ മണ്ണിൽ നിന്നാകണമല്ലോ. ഈ ആശയം മനുഷ്യൻ്റെ മനസ്സിലേക്ക് നിരന്തരം ഇസ്ലാം ഇട്ടുകൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അറഫ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, അറിയുവിൻ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ സൃഷ്ടാവ് അവൻ ഏകനാണ്, നിങ്ങളുടെ പരിപാലകൻ ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഏകനാണ്, ഒരുവനാണ്. അലാല ഫളല അറബിയ്യൻ അല അജമിയ്യൻ, അനറബിയേക്കാൾ അറബിക്ക് ശ്രേഷ്ഠതയില്ല. വലാലി അജമിയ്യൻ അല അറബിയ്യൻ, അറബിയേക്കാൾ അനറബിക്കും ശ്രേഷ്ഠതയില്ല. വല അഹ്മർ അല അസ്വദ്, കറുത്തവനേക്കാൾ ചുവന്നവന് പ്രാധാന്യമില്ല. വല അസ്വദ അല അഹ്മർ, അതുപോലെ തന്നെ ചുവന്നവനേക്കാൾ കറുത്തവനും പ്രാധാന്യമില്ല. അതായത് ജാതിയോ അതുപോലെ വർണ്ണമോ വർഗമോ അങ്ങനൊരു കാഴ്ചപ്പാടില്ല. എല്ലാവരും ഒരു മനുഷ്യൻ്റെ, ഒരു മാതാവിൻ്റെ, ഒരു പിതാവിൻ്റെ സന്തതികൾ, എല്ലാവരും ഏകോദര സഹോദരങ്ങൾ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയതയെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താ? സാംസ്കാരിക രംഗത്ത് പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത കലാബോധമുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരെ നിറത്തിൻ്റെ പേരിൽ വർണ്ണവെറിയുടെ പരാമർശം നടത്തി അപമാനിച്ച സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇസ്ലാം അതൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അങ്ങനെയുള്ള ചിന്താഗതിയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് സംസ്കാരശൂന്യമാണ്, മതവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരോടുള്ള സമീപനം. നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ മറ്റുള്ള മതക്കാരുണ്ട്. അവരോടെങ്ങനെ വർത്തിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ചില ആളുകൾ പറയുന്നു, അവരെ കണ്ടാൽ ചിരിക്കരുത്, അവരോട് മിണ്ടരുത്, അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ പരാമർശങ്ങളാണ്, വർഗീയതയുടെ ചിന്താഗതിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ഭവനഭേദനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക, നീതി കാണിക്കുക. അതൊരിക്കലും അള്ളാഹു വിരോധിക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളോട്, അഥവാ വ്യത്യസ്ത മതക്കാർ ആയിരുന്നിട്ട് പോലും നിങ്ങളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും രഞ്ജിപ്പിലും കഴിയുന്ന ആളുകൾക്ക് നന്മ ചെയ്യുക, അവരോട് നീതി കാണിക്കുക, അവരോട് സൗഹൃദം പുലർത്തുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതിയും നന്മയും കാണിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തുൽ മുംതഹിനയുടെ 8-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്യമതസ്ഥരാണ് ബന്ധുക്കളെങ്കിൽ പോലും, സഹോദരനോ സഹോദരിയോ പിതാവോ മാതാവോ മറ്റുള്ളൊരു മത ആദർശത്തിൻ്റെ ആളാണെന്ന് കരുതുക, എന്നാൽ പോലും ആ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരുടെ സംഭവം നമുക്കറിയാം. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരുടെ മാതാവ്
ബഹുദൈവ വിശ്വാസിനിയായിരുന്നു. അവർ ബന്ധം ചേർക്കാൻ വന്നപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം സുലി ഉമ്മിക്ക്, നിന്റെ മാതാവിനോട് ബന്ധം പുലർത്തുക എന്നാണ്. അതേ സഹോദരങ്ങളെ, മാനുഷികമായ ബന്ധം അത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറമാണ്. ആ ഒരു സ്നേഹബന്ധം, മാനവിക സാഹോദര്യമുണ്ടാകണം. അതാണ് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ അന്യോന്യം നന്മയിലും പുണ്യത്തിലും സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും സഹകരിക്കരുത് എന്നാണ്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഒരു ജൂതൻ്റെ അടുക്കൽ തൻ്റെ പണയം വെച്ച സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാനായിട്ട് കഴിയും. അതെന്താ പഠിപ്പിക്കുന്നത്? സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള സഹായം ചോദിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരസ്പരം സഹകരിക്കൽ, അതിന് ജാതിയും മതവും പ്രശ്നമല്ല. അവ സൗഹൃദമാണ്. നമ്മുടെ നാട്ടിൽ അമുസ്ലിങ്ങളായി എത്രയോ നല്ല മനുഷ്യരുണ്ട്. അപൂർവം ആളുകളാണ് ഈ വർഗീയവാദികളായിട്ടുള്ള വിഷം തുപ്പുന്ന ജനങ്ങളെ വളരെ വെറുപ്പോടുകൂടെ കാണുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളുള്ളൂ. ഹിന്ദുത്വയുടെ സംഘപരിവാരത്തിൻ്റെ ആളുകൾക്ക് കുറവാണ്. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളുമായി സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്ന അന്യമതസ്ഥരായ ആളുകളുണ്ട്. അവരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നമ്മൾ നിലകൊള്ളണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈദിൻ്റെ ദിവസമാണല്ലോ. എന്താണ് ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഏറെ പവിത്രമായിട്ടുള്ള മാസം. ആ ഒരു മാസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, വ്രതമനുഷ്ഠിച്ചുകൊണ്ട്, ആ വ്രതത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഈദ്. ആ ഈദ് എന്ന് പറയുന്നത് ആർക്കാ? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട്, ആ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹറാമുകൾ ഭക്ഷിക്കുന്ന, ഹറാമുകളിലൂടെ ജീവിക്കുന്ന, അള്ളാഹുവിന് ഭയമില്ലാതെ, ജനങ്ങളെ ഭയമില്ലാതെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന ആളുകൾക്കല്ല പെരുന്നാളുള്ളത്. മഹാനായ ഇബ്നു റജബ് റഹ്മഹുല്ല പറഞ്ഞതായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ് ഇന്നമൽ ഈദു ലിമൻ ഖാഫ ബിൽ വഈദ്. പുതിയ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്കല്ല ഈദ്, മറിച്ച് അള്ളാഹുവിൻ്റെ താക്കീതുകളെ, അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈദ് എന്നുള്ളതാണ്. ലൈസൽ ഈദു ലിമൻ തബഖറ ബിൽ ഊദ് ഇന്നമൽ ഈദു ലിമൻ താബ വലാ യഊദ്. ഈ ഊദ് അഥവാ സുഗന്ധം, അത് പുകച്ച് അതിൻ്റെ സുഗന്ധം പൂശുന്ന ആൾക്കല്ല ഈദ്, ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ പെരുന്നാൾ. മറിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങി അതൊരിക്കലും ആവർത്തിക്കാതിരിക്കുന്ന ആളുകൾക്കാണ് ഈദ്. ലൈസൽ ഈദു ലിമൻ നസബൽ ഖുദൂർ ഇന്നമൽ ഈദു ലിമൻ സഅദ ബിൽ മഖ്ദൂർ. ഭക്ഷണപാത്രങ്ങൾ, ഭക്ഷണത്തളികകൾ അത് നിരത്തുന്നവനല്ല ഈദ്, മറിച്ച് അള്ളാഹു തനിക്ക് എന്താണോ വിധിച്ചത് ആ വിധിച്ചതിൽ സന്തോഷിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് ഈദ് എന്നാണ്. ലൈസൽ ഈദു ലിമൻ തസയ്യന ബിസീനത്തി ദുനിയ ഇന്നമൽ ഈദു ലിമൻ തസവ്വദ ബിസാദിത് തഖ്വ. ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ എടുത്തണിയുന്നവനുള്ളതല്ല ഈദ്, തഖ്വയുടെ പാതയം സ്വീകരിച്ചിട്ടുള്ളവനാണ് ഈദ് എന്നുള്ളതാണ്. ലൈസൽ ഈദു ലിമൻ റഖിബൽ മത്വായ ഇന്നമൽ ഈദു ലിമൻ തറക്കൽ ഖതായ. ആർഭാടത്തിൻ്റെ ലോകത്ത് പ്രവേശിച്ചിട്ടുള്ള വ്യക്തിക്കല്ല ഈദ്, മറിച്ച് തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അകന്നു നിന്ന് സൂക്ഷ്മതാ ജീവിതം നയിക്കുന്നവർക്കാണ് ഈദ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ റമദാൻ അത് സമാപിച്ച സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന, വിശ്വാസികൾ 1000 വട്ടം ചിന്തിക്കേണ്ടുന്ന കാര്യം, റമദാൻ അത് നരകമോചനത്തിൻ്റെ ദിനരാത്രങ്ങളായിരുന്നല്ലോ. ഞാനും നിങ്ങളുമൊക്കെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ഈ റമദാനിലെ വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടും അമലുകൾ കൊണ്ടും ഒക്കെ അതിനുള്ള യോഗ്യത നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ,
റമദാൻ നരകമോചനത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായും വിജയിച്ചത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമദാനിൻ്റെ പ്രത്യേകത, നോമിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് അസ്സുയാമു ജുന്നത്തുൻ, സഹീഹുൽ ബുഖാരിയുടെ 1894 കാണാൻ വേണ്ടി കഴിയും. നോമ്പൊരു പരിചയാണെന്നാണ്. നോമ്പ് അഥവാ നരകത്തിൻ്റെ ശിക്ഷയിൽ നമ്മളെ തടുക്കുന്ന പരിച തന്നെയാണ്. ആ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അവിടെ അതിന് നരകപ്രവേശനം അത് നിഷേധിക്കപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ നോമ്പ് നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ? റമദാൻ കാലത്ത് നമ്മൾ നമ്മുടെ ഈമാനും ഇബാദത്തുകളുമൊക്കെ ഏറ്റവും അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ ഖിയാമുൽ ലൈൽ കൊണ്ട്, നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ട്, സദഖ കൊണ്ട്, സകാത്ത് കൊണ്ട്, ഇഅ്തികാഫ് കൊണ്ട്, മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, ഈമാനോടുകൂടെ സത്യവിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റ മനുഷ്യൻ, രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച മനുഷ്യൻ, അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടോ? നമ്മൾ ഈ റമദാനിൽ നോമ്പനുഷ്ഠിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് അവനിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടെയാണോ നമ്മൾ നോമ്പ് നോറ്റിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണോ നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്? റയ്യാൻ എന്ന കവാടത്തിലൂടെയാണല്ലോ നോമ്പുകാർ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള യോഗ്യത നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ തൗബ ചെയ്യുക, ഇനിയും തൗബ ചെയ്യുക, ഇനിയും ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. റമദാൻ എന്ന് പറയുന്ന ഒരു മാസം കഴിഞ്ഞുവെങ്കിലും ഇനിയും നമുക്ക് 5 നേരം നമസ്കരിക്കാൻ ഓരോ ദിവസവും അത് നിർബന്ധമാണ്. അത് നമ്മൾ നിർവഹിക്കണം. സുന്നത്തായ നമസ്കാരങ്ങൾ, അതുപോലെ സുന്നത്തായ നോമ്പുകൾ, സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പുകൾ, തിങ്കൾ, വ്യാഴം, അയ്യാമുൽ ബീള്, അതുപോലെ അറഫ ദിവസം, മുഹറം 10 പോലെയുള്ള സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പുകൾ അതെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പള്ളികളുമായുള്ള ബന്ധം, ഖുർആൻ പഠനം, ഖുർആൻ മനഃപ്പാഠമാക്കിയത് അത് ഉറപ്പിക്കുക. അതുപോലെ ഖുർആനിൻ്റെ വചനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. ആ രൂപത്തിൽ പലരും റമദാനൊക്കെ കഴിഞ്ഞാൽ പള്ളിയോട് ബന്ധമില്ല, ഖുർആനിനോട് ബന്ധമില്ല, ഖുർആൻ പഠനമില്ല. അത് പാടില്ല. നോമ്പുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരൻ്റെ സന്തോഷമുണ്ടാകുമെന്നാണ്. നമ്മൾ നോമ്പ് കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാൻ കാലത്ത് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളുമൊക്കെ റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഏതുവരെയുണ്ടാകണം? അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, ഈ ഇഹലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ആഖിറത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നത് വരെ ആ ഒരു ചിന്ത വേണം, ആ ഒരു സൂക്ഷ്മതാ ബോധം നമുക്കുണ്ടാവണം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂല് അവരെ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ പ്രത്യേകം ഉണർത്തിയത് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് സഹോദരിമാർ എന്ത് ചെയ്യണം? അവർ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. അതുപോലെ അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകൾ, സ്വർണമുണ്ടായിട്ട് സകാത്ത് കൊടുക്കാതെ, സമ്പത്തുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ എത്രയോ വനിതകളുണ്ട്. അത് പാടില്ല. അതുപോലെ തന്നെ അഹങ്കാരം കൊണ്ട് ഭർത്താവിന് നന്മയിൽ അനുസരിക്കാത്ത സഹോദരിമാരുണ്ട്, പാടില്ല. അന്യായമായി കൊണ്ട് ത്വലാഖ് വാങ്ങുന്ന സഹോദരിമാരുണ്ട്, പാടില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വസ്ത്രങ്ങൾ, വേഷങ്ങളൊക്കെ തന്നെയും അത് ശരീരത്തിൻ്റെ ഔറത്തുകളൊക്കെ തുറന്നു കാട്ടി നടക്കുന്ന വനിതകളുണ്ട്. അള്ളാഹു ഹറാമാക്കിയതാണ് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് അവൾ ചെയ്യുന്നത്, നരകമാണ് അവൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശാപവും കോപവുമാണ് അവൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവളെ ഒരുപക്ഷെ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചത് കൊണ്ട് പലരും നോക്കിയേ
പറഞ്ഞേക്കാം, ആളുകൾ പ്രോത്സാഹിപ്പിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അദാബിനാണ് അവൾ അർഹയായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, സ്വർഗം അതിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല അതിൻ്റെ സുഗന്ധം പോലും നുകരാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക, സകാത്ത് നൽകുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നരകത്തെ സൂക്ഷിക്കുക, ഭർത്താക്കന്മാർക്കുള്ള അവകാശങ്ങൾ അത് നൽകുക, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക, ഇസ്ലാമിക വേഷവിധാനങ്ങൾ കൃത്യമായി പാലിക്കുക, നാവ് സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുക, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കുക, അവരോടുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഈ സന്ദർഭത്തിൽ രോഗശയ്യയിൽ കിടക്കുന്ന ആളുകൾക്ക് അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, പെരുന്നാളിൻ്റെ ദിവസം വിനോദം അല്പമാകാവുന്നതാണ്. സീമകൾ ലംഘിക്കാതെ അദബുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള വിനോദങ്ങളാകാവുന്നതാണ്, സന്തോഷം ഒക്കെ ആകാവുന്നതാണ്. അത് ദീന് ആഗ്രഹിക്കുന്ന കാര്യമാണ്, അനുവദിച്ച കാര്യമാണ്. പക്ഷേ അമിതമാകാൻ പാടില്ല. ഇസ്ലാമിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിനോദങ്ങൾ അതാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായത്തിൻ്റെ 73-ാമത്തെ വചനം, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അങ്ങനെ ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾക്ക് അരികിൽ അവരെത്തിപ്പെട്ടാൽ, വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു, നിങ്ങൾ ആ സ്വർഗത്തിൽ സന്തോഷവാന്മാരായി നിത്യവാസികളായി പ്രവേശിച്ചു കൊള്ളുക. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.